ഹായ് ഓൾ, എല്ലാവർക്കും വിന്നിംഗ് ലൈഫ് എജു അക്കാദമിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കൂടാതെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, സെക്രട്ടേറിയറ്റ് OA, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തുടങ്ങിയ എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഇതിനു മുന്നേയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിലെ ആദ്യത്തെ ചോദ്യം, നമ്മൾ ജോഗ്രഫിയിലെ ബേസ് തൊട്ടിട്ട് റിപ്പീറ്റഡ് ആയിട്ട് PSC എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ നോക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം, ലോക ഭൗമദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ഏപ്രിൽ 22. സെക്കൻഡ് വൺ, ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ടോളമി. തേർഡ് വൺ, ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം? ആൻസർ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. നെക്സ്റ്റ് വൺ, ഭൗമാന്തരീക്ഷ പ്രക്രിയയിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻസ് A സൗരവാതം, B വേർതിരിക്കൽ, C വാതകമോചനം, D പ്രകാശ സംശ്ലേഷണം. ഉത്തരം B ആണ് വേർതിരിക്കൽ. അഞ്ചാമത്തെ ചോദ്യം, ചുവടെയുള്ള പ്രസ്താവനയിൽ ശരിയായതേത്? ഓപ്ഷൻസ്: ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം. 40 കിലോമീറ്ററാണ് ഭൂവൽക്കത്തിൻ്റെ കനം. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിവ ഭൂവൽക്കത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. നെക്സ്റ്റ് വൺ, ചുവടെയുള്ള പ്രസ്താവനയിൽ മാന്റിലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ്: ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലം. B 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. C ഉപരിമാന്റിൽ, അധോമാന്റിൽ എന്നിവ 2 ഭാഗങ്ങളാണ്. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ മാന്റിലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് വൺ, ഭൂവൽക്കവും മാന്റിലിൻ്റെ മുകളിലെ ഭാഗവും ചേർന്നു വരുന്ന പ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ലിത്തോസ്ഫിയർ. നെക്സ്റ്റ് വൺ, ലിത്തോസ്ഫിയറിന് താഴെയായി അർദ്ധദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമേത്? ഉത്തരം അസ്തനോസ്ഫിയർ. നെക്സ്റ്റ് വൺ, ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഉത്തരം ഓക്സിജൻ. 10ാമത്തെ ചോദ്യം, ഭൂമിയുടെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത്? ഉത്തരം കാമ്പ്. നെക്സ്റ്റ് വൺ, ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: A ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. B ഭൂവൽക്കവും മാന്റിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. C ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. D മാന്റിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ Aയും ഓപ്ഷൻ Dയുമാണ്. നെക്സ്റ്റ് വൺ, പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്നും ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ A ഒരു ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നിമാറുന്നതിലാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. B ആണവരാസ സ്ഫോടനങ്ങൾ മൂലവും ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉത്തരം Aയും Bയും ശരിയാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയുത്തരം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ A ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷപാളി. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി. സാന്ദ്രത കൂടിയ അന്തരീക്ഷപാളി. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നു. ഉത്തരം ട്രോപ്പോസ്ഫിയർ. നെക്സ്റ്റ് വൺ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയുത്തരം കണ്ടെത്തുക. ട്രോപ്പോപാസിന് മുകളിലായി 20 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം. വായുവിൻ്റെ തിരശ്ചീന ചലനം മൂലം വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമ അന്തരീക്ഷം. ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ.
നെക്സ്റ്റ് വൺ, ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം സെപ്റ്റംബർ 16. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയുത്തരം കണ്ടെത്തുക. ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം. ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം. അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ഉൽക്കവർഷ പ്രദേശമെന്ന് അറിയപ്പെടുന്നു. ഉത്തരം മിസോസ്ഫിയർ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലെ പാളിയേത്? ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ, ബി സ്ട്രാറ്റോസ്ഫിയർ, സി തെർമോസ്ഫിയർ, ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്, തെർമോസ്ഫിയർ. 18ാമത്തെ ചോദ്യം, ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം? ഉത്തരം കൽക്കരി. നെക്സ്റ്റ് വൺ, താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആഗ്നേയശില ഗ്രാനൈറ്റ്, ബി അവസാദശില ബസാൾട്ട്, സി കായാന്തരിത ശില മാർബിൾ. ഉത്തരം ബി ആണ്, അവസാദശില ബസാൾട്ട്. 20ാമത്തെ ചോദ്യം, ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകളേത്? ഉത്തരം അവസാദശിലകൾ. നെക്സ്റ്റ് വൺ, അപരദന ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട ജോഡികളാണ് താഴെയുള്ളത്. അവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ നദികൾ ഗിരികന്ധരം, ബി ഹിമാനികൾ വെള്ളച്ചാട്ടം, സി കാറ്റ് സിങ്ക് ഹോളുകൾ, ഡി ഭൂഗർഭജലം ബർക്കൻസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, നദികൾ ഗിരികന്ധരം. നെക്സ്റ്റ് വൺ, അഗ്നിപർവ്വത സ്ഫോടന ഫലമായുണ്ടാകുന്ന ലാവ തണുത്ത് രൂപപ്പെടുന്ന ശിലയിൽ നിന്നും രൂപപ്പെടുന്ന മണ്ണ് ഏത്? ഉത്തരം കറുത്ത മണ്ണ്. നെക്സ്റ്റ് വൺ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നത് എവിടെ? ഉത്തരം പസഫിക് സമുദ്രത്തിന് ചുറ്റുമുള്ള അസ്ഥിര മേഖലയിൽ. നെക്സ്റ്റ് വൺ, പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഒറോജനി. 25ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണമേത്? ഓപ്ഷൻസ് പശ്ചിമഘട്ടം, അറ്റ്ലസ്, ആൽപ്സ്, ബോത്ത് ബി ആൻഡ് സി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബോത്ത് ബി ആൻഡ് സി. നെക്സ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര? ഉത്തരം ഹിമാലയം. നെക്സ്റ്റ് വൺ, ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്? ഉത്തരം പാമീർ. അടുത്ത ചോദ്യം, മരുഭൂമികളുടെ സ്രഷ്ടാവ് എന്ന് വിശേഷിപ്പിക്കുന്ന കാറ്റ് ഏത്? ഉത്തരം വാണിജ്യവാദം. നെക്സ്റ്റ് വൺ, മരുഭൂമികൾ ഇല്ലാത്ത ഭൂഖണ്ഡം? ഉത്തരം യൂറോപ്പ്. 30ാമത്തെ ചോദ്യം, ലോകത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏത്? ഉത്തരം ആമസോൺ. നെക്സ്റ്റ് വൺ, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാം? ഉത്തരം മെർക്കുറിക് ബാരോമീറ്റർ, അനറോയിഡ് ബാരോമീറ്റർ. നെക്സ്റ്റ് വൺ, തുല്യ അന്തരീക്ഷമർദ്ദം അനുഭവിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഡാഷ്. ഉത്തരം ഐസോബാർ. നെക്സ്റ്റ് വൺ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയുത്തരം കണ്ടെത്തുക. ഓപ്ഷൻസ്, നീർവാത മേഖല എന്നറിയപ്പെടുന്നു. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖല. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മേഖല. കാറ്റുകൾ ഇല്ലാത്ത മേഖല. ഉത്തരം ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിലെ ശരിയുത്തരം കണ്ടെത്തുക. ഓപ്ഷൻസ്, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്ന മർദ്ദമേഖല ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദമേഖല. ഉത്തരം ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയുത്തരം കണ്ടെത്തുക. ഓപ്ഷൻസ്, ധ്രുവപ്രദേശത്ത് അനുഭവപ്പെടുന്ന മർദ്ദമേഖല. ഏറ്റവും കുറച്ച് താപം ലഭിക്കുന്ന മർദ്ദമേഖല. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്നതിനാൽ ഈ മേഖലയിലുടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു. ഉത്തരം ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. നെക്സ്റ്റ് വൺ, സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതി ഏത്? ആൻസർ വികിരണം. നെക്സ്റ്റ് വൺ, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ചാലനം, ബി സംവഹനം, സി അഭിവഹനം, ഡി ബാഷ്പീകരണം.
ഉത്തരം എയും ബിയും സിയുമാണ്. ചാലനം, സംവഹനം, അഭിവഹനം. നെക്സ്റ്റ് വൺ, സമുദ്രനിരപ്പിൽ ഒരേ അന്തരീക്ഷ താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. ഉത്തരം സമതാപരേഖകൾ. നെക്സ്റ്റ് വൺ, മോൺട്രിയൽ പ്രോട്ടോകോൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓസോൺ പാളിയുടെ സംരക്ഷണം. നെക്സ്റ്റ് വൺ, സമുദ്രതട ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ വായിച്ച് ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ, വൻകരകളുടെ തീരങ്ങൾക്കും ആഴക്കടൽ തടത്തിനുമിടയിലുള്ള സംക്രമണ മേഖലകളാണ് വൻകരത്തട്ട്. ബി, സമുദ്രത്താൽ പർവ്വതനിരകൾക്കും വൻകരകളുടെ അതിരുകൾക്കുമിടയിലെ വിശാലമായ സമതലങ്ങളാണ് ആഴക്കടൽ സമതലങ്ങൾ. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 40ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം. ഉത്തരം ദക്ഷിണ ഗംഗോത്രി. നെക്സ്റ്റ് വൺ, ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ. ഉത്തരം അലുമിനിയം, സിലിക്ക. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. ഉത്തരം 68°7 കിഴക്ക് മുതൽ 97°25 കിഴക്ക് വരെ. നെക്സ്റ്റ് വൺ, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ആൻസർ ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം. ഉത്തരം ഭൂട്ടാൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം. ഉത്തരം മാലിദ്വീപ്. നെക്സ്റ്റ് വൺ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്ന പേര്. ഉത്തരം റാഡ്ക്ലിഫ് രേഖ. നെക്സ്റ്റ് വൺ, ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്നത്. ഉത്തരം മക്മഹോൻ രേഖ. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം. ഉത്തരം ബംഗ്ലാദേശ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം. ഉത്തരം ചൈന. നെക്സ്റ്റ് വൺ, ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമേത്? ഉത്തരം പശ്ചിമ ബംഗാൾ. 51ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ കേരളം, ബി തമിഴ്നാട്, സി ഗുജറാത്ത്, ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗുജറാത്ത്. നെക്സ്റ്റ് വൺ, കടൽത്തീരമുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തരം ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ മാനക രേഖാംശം. ഉത്തരം 82.5° പൂർവ്വ രേഖാംശം. നെക്സ്റ്റ് വൺ, വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ. ഉത്തരം ഉത്തരായന രേഖ. 55ാമത്തെ ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഉത്തരം ഉത്തരായന രേഖ 23.5° നോർത്ത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമേത്? ഉത്തരം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമേത്? ഉത്തരം ഗോവ. നെക്സ്റ്റ് വൺ, 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമേത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം. ഉത്തരം സൂററ്റ്. നെക്സ്റ്റ് വൺ, ലോക്തക് തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മണിപ്പൂർ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഉത്തരം പഞ്ചാബ്. നെക്സ്റ്റ് വൺ, ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഉത്തരം ഹിമാലയം. 63ാമത്തെ ചോദ്യം, ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. ഉത്തരം ഹിമാദ്രി. നെക്സ്റ്റ് വൺ, തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉത്തരം കാഞ്ചൻജംഗ. നെക്സ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉത്തരം മൗണ്ട് എവറസ്റ്റ്. നെക്സ്റ്റ് വൺ, ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്കുഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സിവാലിക്.
നെക്സ്റ്റ് വൺ, സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമേത്? ഉത്തരം നാഥുല ചുരം. നെക്സ്റ്റ് വൺ, ശ്രീനഗർ കാർഗിൽ ബന്ധിപ്പിക്കുന്ന ചുരം? ഉത്തരം സോജില ചുരം. നെക്സ്റ്റ് വൺ, ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം? ഉത്തരം ഉത്തരാഖണ്ഡ്, ടിബറ്റ്. 70ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്ന നദികൾ ഏതെല്ലാം? ഓപ്ഷൻ എ സിന്ധു, ബി ഗംഗ, സി ബ്രഹ്മപുത്ര, ഡി നർമ്മദ. ഉത്തരം എയും ബിയും സിയുമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി? ഉത്തരം ഇന്ദിരാഗാന്ധി കനാൽ. അടുത്ത ചോദ്യം, ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സത്ലജ്. നെക്സ്റ്റ് വൺ, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി? ഉത്തരം ചിനാബ്. നെക്സ്റ്റ് വൺ, ഗംഗ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം നമാമി ഗംഗ. നെക്സ്റ്റ് വൺ, ചുവന്ന നദി എന്നറിയപ്പെടുന്നത്? ഉത്തരം ബ്രഹ്മപുത്ര. 76ാമത്തെ ചോദ്യം, താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് കൃഷ്ണ നദി ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ ഹിമാലയൻ നദികൾ, ബി ഡക്കാൻ നദികൾ, സി തീരദേശ നദികൾ, ഡി ഉൾനാടൻ നദികൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡക്കാൻ നദി. നെക്സ്റ്റ് വൺ, ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഉത്തരം കൊല്ലേരു തടാകം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം? ഉത്തരം നൽ സരോവർ. നെക്സ്റ്റ് വൺ, ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഉത്തരം രാജസ്ഥാൻ. 80ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻസ്: ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നു, ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഭൂവിഭാഗം. ഉത്തരം ഉത്തരമഹാസമതലം. നെക്സ്റ്റ് വൺ, ഉത്തരമഹാസമതലം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തരം പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ആസാം, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ. നെക്സ്റ്റ് വൺ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമേതാണ്? ഉത്തരം ഉത്തരമഹാസമതലം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഥാർ മരുഭൂമി. നെക്സ്റ്റ് വൺ, സുന്ദർവനം ഡെൽറ്റയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ മഹാനദി കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത്, ബി കാവേരിയുടെ ഉത്ഭവസ്ഥാനത്ത് രൂപം കൊണ്ടത്, സി ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത്, ഡി സിന്ധു നദി കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത്. 85ാമത്തെ ചോദ്യം, ചുവടെയുള്ള പ്രസ്താവനകൾ വായിച്ച് ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ: ഉത്തരമഹാസമതലത്തിനും തീരസമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കമേറിയ ഭൂവിഭാഗം, ആഗ്നേയ കായാന്തരിത ശിലകളാൽ നിർമ്മിതമാണ്, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം. ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി. നെക്സ്റ്റ് വൺ, ത്രികോണാകൃതിയിൽ നർമ്മദ നദിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. ഉത്തരം ഡക്കാൻ പീഠഭൂമി. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്: ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വതം, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ആയി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര, രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിര. ഉത്തരം ആരവല്ലി പർവ്വതനിര. അടുത്ത ചോദ്യം, ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വിശേഷിപ്പിക്കുന്ന പർവ്വതനിര. ഉത്തരം വിന്ധ്യാനിരകൾ. നെക്സ്റ്റ് വൺ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉത്തരം ആനമുടി. 90ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന വായിച്ച് ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്:
സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശം. ബി. താരതമ്യേന വീതി കൂടുതൽ. സി. കൊറമാൻഡൻ തീരം, വടക്കൻ സിർക്കാസ് എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഉത്തരം കിഴക്കൻ തീരം. നെക്സ്റ്റ് വൺ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം. ഉത്തരം ഡാമൻ. നെക്സ്റ്റ് വൺ. താഴെയുള്ള പ്രസ്താവന വായിച്ച് ശരിയുത്തരം കണ്ടെത്തുക. ഓപ്ഷൻസ്: പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. തുറമുഖങ്ങളും ഹാർബറുകളും കാണപ്പെടുന്നു. താരതമ്യേന വീതി കുറഞ്ഞ സമതലം. ഉത്തരം പശ്ചിമ തീരം. നെക്സ്റ്റ് വൺ. കേരളത്തിൻ്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം മലബാർ തീരസമതലം. അടുത്ത ചോദ്യം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം. ഉത്തരം ലക്ഷദ്വീപ്. നെക്സ്റ്റ് വൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലമേത്? ഉത്തരം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. നെക്സ്റ്റ് വൺ. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം. ഉത്തരം മൺസൂൺ കാറ്റുകൾ. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്. ഉത്തരം ജിം കോർബറ്റ്. നെക്സ്റ്റ് വൺ. പ്രധാന ഖാരിഫ് വിളകൾ ഏതെല്ലാം? ഉത്തരം നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. നെക്സ്റ്റ് വൺ. പ്രധാന റാബി വിളകൾ. ഉത്തരം ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. 100ാമത്തെ ചോദ്യം. ഖാരിഫ് വിളകൾ കൃഷി ചെയ്യുന്ന മാസം. ഉത്തരം ജൂൺ മുതൽ നവംബർ വരെ. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: കാർഷിക വിള വർഷം ജൂലൈ മുതൽ ജൂൺ വരെയാണ്. ബി. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് റാബി സീസൺ ആരംഭിക്കുന്നത്. സി. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് ഖാരിഫ് സീസൺ ആരംഭിക്കുന്നത്. ഡി. ഗോതമ്പ് ഖാരിഫ് വിളയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വൺ. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. ഉത്തരം കുട്ടനാട്. നെക്സ്റ്റ് വൺ. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള. ബി. റാബി വിളയാണ്. സി. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഉത്തരം ഗോതമ്പ്. നെക്സ്റ്റ് വൺ. റോബസ്റ്റ, റബേക്ക എന്നിവ ഏതു തരം കാർഷിക വിളകളാണ്? ഉത്തരം കാപ്പി. നെക്സ്റ്റ് വൺ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ഉത്തരം ഇടുക്കി. നെക്സ്റ്റ് വൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഉത്തരം കേരളം. നെക്സ്റ്റ് വൺ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന വായിച്ച് മണ്ണിനം ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ എ. ഡക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണ്. ബി. ജലസംഭരണ ശേഷി കൂടിയ മണ്ണ്. സി. ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഡി. ബസാൾട്ട് ശിലയിൽ നിന്നും രൂപം കൊള്ളുന്നു. ഉത്തരം കറുത്ത മണ്ണ്. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ ഏറ്റവും പഴയ എണ്ണപ്പാടം. ഉത്തരം ദിഗ്ബോയ്. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏത്? ഉത്തരം മുംബൈ ഹൈ. നെക്സ്റ്റ് വൺ. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു. ഉത്തരം തോറിയം. നെക്സ്റ്റ് വൺ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. ഉത്തരം പരുത്തി. നെക്സ്റ്റ് വൺ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. ആൻസർ ചണം. നെക്സ്റ്റ് വൺ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല. ഉത്തരം വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം മല്ലേശ്വരം. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ഉത്തരം NH-44. നെക്സ്റ്റ് വൺ. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം. ഉത്തരം കുരുമുളക്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജിയോഗ്രഫിയിൽ നിന്നും ചോദിക്കാവുന്ന 100-ലധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ്.
എല്ലാവർക്കും നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്നും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ കാണുക.